സക്കരിയ അലൈഹിസ്സലാം പറയാണ്, പടച്ചോനെ എന്റെ എല്ല് ദുർബലമായി റബ്ബേ. എന്റെ ഭാര്യ ഭൗതികമായി പറയണേ ഓള് പ്രസവിക്കൂല, ഉറപ്പായിട്ടും പ്രസവിക്കൂല. പക്ഷേ പടച്ചവനെ വലം വക്കും ബി ദുആഇക റബ്ബി ശഖിയ, നിന്നോട് ദുആ ഇറക്കുന്നതിൽ എനിക്ക് നിരാശല്ല. പക്ഷെ നാദാ ഇരിസുനി വയരിസു മിൻ ആലി യാഖൂബ്, അതെന്താ പറയുന്നത്? വരാനിരിക്കുന്ന ഒരു തലമുറയെ കുറിച്ച് ചെറിയൊരു നിരാശ എനിക്കുണ്ട്. നോക്കണം, ഖുർആനാ പറയുന്നത് 19-ാം അധ്യായം 1 മുതലുള്ള 10 വരെയുള്ള. പടച്ചവനെ വരാനിരിക്കുന്ന ഒരു തലമുറ, അവർക്ക് ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കുന്ന എന്റെ ശേഷം ഒരു മോൻ വേണേ. എന്തോ ഒരു പ്രാർത്ഥനയത്. അങ്ങനെ അല്ലാഹ് യഹ്യാ നബീനെ കൊടുക്കുക. അവർക്കാർക്കും പടച്ചവനോട് ചോദിക്കുന്നതിൽ നിരാശയില്ല. ഒരു നബിമാരും നിരാശപ്പെട്ടു, കിട്ടിയാ കിട്ടട്ടെ, പോയാ പോയി, അങ്ങനല്ല, ഉറപ്പായിരുന്നു അവർക്ക്. ഇവിടെ അല്ലെങ്കിൽ റബ്ബാ ചോദിച്ചതിന് കൂലി തരും എന്ന ഉറപ്പായിരുന്നു. നമ്മളിൽ പലരും എന്താ ചെയ്യുന്നത്? നമ്മളിൽ പലർക്കും നിരാശയാണ്, ജീവിതത്തിലുടനീളം നിരാശയാണ്. എന്തിനാണ് ഭയക്കുന്നത്? ഒരു കാര്യം കേട്ടോളൂ നിങ്ങൾ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ മുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വളരെ വ്യക്തം. ഇവിടെ അല്ലാഹ് എന്താ പറയുന്നത്? ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളുടെയും ഉപജീവന ബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതാണ്. രണ്ടാമത്തതോ, അവയുടെ താമസ സ്ഥലവും സൂക്ഷിപ്പ് സ്ഥലവും എല്ലാം സ്പഷ്ടമായ രേഖയിലുണ്ട്. അപ്പൊ ഭയപ്പാടല്ല, ഇൻഷാ അല്ലാഹ് എന്ന റബ്ബിലുള്ള അഗാധമായ പ്രതീക്ഷ. ഇതാണ് ഒരു വിശ്വാസിയുടെ മനോഘടന.